നമ്മളെ വീട്ടിൽ ഒരാൾ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? മമൻ കാന യുഅ്മിൻ ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫഹു. അല്ലാഹുവിലെ അന്ത്യദിനത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിഥികളെ ബഹുമാനിക്കട്ടെ എന്നാണ്. നമ്മളെ വീട്ടിലേക്ക് ഒരാൾ വന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു കുട്ടിക്ക് ഇനി സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. എന്ത്? വീട്ടിലൊരാൾ വന്നാൽ ഒരിക്കലും റൂമിനുള്ളിൽ അടച്ചിരിക്കുന്ന സ്വഭാവം ഉണ്ട്. നേരെ ചെല്ലുക, വീട്ടിൽ അതിഥി വന്നാൽ അവരോട് കയറിയിരിക്കാൻ പറയണം. ചില കുട്ടികൾ കോളിമെല്ലാം അടിച്ചാൽ ആരാ ഒറ്റ പോക്കാം, എന്നിട്ട് പറയും അവിടെ ആരാ വന്നിക്കണ. അങ്ങനെയല്ല, ഒരാൾ വന്നാലേ അയാളോട് നല്ല മാനമര്യാദക്ക് ശരിക്കും കയറിയിരിക്കാൻ പറയാം. ഞാൻ വാപ്പാനെ വിളിക്കട്ടോ എന്ന് പറയാം. അത് പറയുന്നതോടുകൂടി അയാള് നിങ്ങളെ ബഹുമാനിക്കും. നിങ്ങളെ കുട്ടി നല്ലൊരു കുട്ടിയാണ് അറിയും. അതിനുവേണ്ടി നമ്മളിങ്ങനെ മുടിയൊക്കെ മിന്നിയിട്ട് ഒരൊറ്റ പോക്കാണ് പോകുക. ഏതൊരാൾ വന്നിരിക്കണം അവിടെ. ഈ സംസ്കാരം നമുക്ക് പറ്റിയതല്ല. അവരെ പരിചയപ്പെടണം. അതുപോലെ അതിഥികൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ കൂടെ ഭക്ഷണം കഴിക്കണം. ആ ഫോണൊന്നാണ് മാറ്റി വെക്കുക. ഒരു അതിഥി വീട്ടിലേക്ക് വന്നാൽ ചിലപ്പോൾ ഒരു ഭയങ്കര വൃത്തികെട്ടൊരു സംസ്കാരമാണ് എന്ത്? അതിഥി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? നമ്മൾ ഫോൺ എടുത്തുകൊണ്ട് അങ്ങനെ സംസാരിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ അങ്ങനെ ചാറ്റ് ചെയ്യുക. ഈ മനുഷ്യൻ പിന്നെ എന്തിനു വന്നതാ? ഒരിക്കലും മുമ്പിൽ ഒരാളിരിക്കുമ്പോൾ നമ്മൾ ഫോണൊക്കെ നോക്കരുത്. അപ്പം ഒരു കോള് വന്ന തൽക്കാലം അവിടെ മാറ്റി വെക്കുക. ആദ്യം മുമ്പിലുള്ള ആൾക്ക് പ്രാധാന്യം കൊടുക്കുക, എന്നിട്ടാണ് ഫോണിൽ വിളിക്കുന്ന ആൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. ഇപ്പം അങ്ങനെയല്ല. ഒരാളോട് നമ്മൾ എന്തെങ്കിലും സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവൻ ഫോൺ എടുത്താണ് പോവുക. എന്നിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ വടിയായി നിൽക്കുക. അത് ശരിയാവില്ല. അപ്പൊ ആ ഒരു രീതി എന്തല്ല, ശരിയല്ല. അതുപോലെ പള്ളിക്ക് പോകുമ്പോൾ ഇപ്പൊ ചില കുട്ടികളൊക്കെ പള്ളിക്ക് പോകുമ്പോൾ ഫോൺ ഇങ്ങനെ നോക്കി, പിന്നെ അതിക്ക് ഇങ്ങനെ നോക്കിയിട്ട് വാട്സപ്പ് നോക്കിയിട്ട് ഇങ്ങനെ നടന്നു പോകും. എന്നിട്ട് ഒതുണ്ടാക്കണം. അവിടേക്ക് എത്തിയ ഈ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ഇറുക്കി പിടിക്കും. എന്നിട്ടാ ഒതുണ്ടാക്കുക അല്ലേ? എന്നിട്ട് പിന്നെ ആ സെഫ്ക്ക് പോണത് വരെ ഇങ്ങനെ നോക്കിയിട്ട് മെല്ലെ പിന്നെ കട്ട് ചെയ്ത് കണ്ട് എന്ത് ചെയ്യും? പോക്കറ്റ് കിട്ടും. എന്നിട്ട് നിസ്കാരം കഴിഞ്ഞാൽ ഉടനെ ഫോൺ എടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യും? അതിന്റെ ബാക്കി പോകും. പിന്നെ ആ നിസ്കാരത്തിൽ എന്ത് ശ്രദ്ധ ഉണ്ടാകുക? ഞാൻ പറയണു, ഈ സ്റ്റുഡൻസ് കോൺഫറൻസിൽ വന്ന കുട്ടികൾ പള്ളിക്ക് പോകുമ്പോൾ നിങ്ങൾ ഫോൺ കൊണ്ടുപോകരുത്. ഈ കൊണ്ടുപോകേണ്ട അത്യാവശ്യം ഉണ്ടെങ്കിൽ തന്നെ ആ സമയത്ത് സ്വിച്ച് ഓഫ് ആക്കിയ സൈലന്റ് ആക്കിയ വേണം. ഈ ഫോണിൽ തന്നെ ജീവിക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത്. വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറഞ്ഞ് കയറുക. വീട്ടുകാരുമായി നിർബന്ധമായിട്ട് സംസാരിക്കണം. ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കണം വിളിച്ച് ഞങ്ങൾ കഴിച്ചോളൂ, ഞാൻ വരാം എന്ന് പറയല്ല. ഇന്നത്തെ ഈ കോൺഫറൻസിൽ വന്ന മക്കൾ നിങ്ങൾ ചെന്ന കാണേണ്ട ഒന്നാമത്തെ മാറ്റം എന്താ അറിയോ? നേരത്തെ ഇവിടെ ഷെമീലൊക്കെ പറഞ്ഞല്ലോ, 1/5 നിസ്കാരം. രണ്ടാമത്തെ എന്താ വെച്ചാൽ നിങ്ങളുടെ വീട്ടുകാരോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന, കുടുംബത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു സാമൂഹ്യ ജീവിയായി നമുക്ക് മാറുവാൻ കഴിയേണ്ടതുണ്ട്.